തന്നെ ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള IITസിലേക്കുള്ള അഡ്മിഷൻസ് നേടാൻ നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം ആണ് JEE എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മലയാളി കുട്ടികൾ JEE എക്സാമിൽ പുറകോട്ടേക്ക് പോകുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ JEEയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റാങ്കുകൾ കിട്ടുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കാണ്. മലയാളികൾ എന്തുകൊണ്ടാണ് പുറകോട്ടേക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കുറേ കുട്ടികളെങ്കിലും നമ്മുടെ JEE എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത മക്കളായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് IIT എന്ന് പറയുന്ന ഒരു ഡ്രീം ആയിട്ടുള്ള കോളേജിൽ അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രീം പഠിച്ച് ഏറ്റവും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളായിരിക്കും അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് മലയാളികൾ ഇതിൽ നിന്ന് പുറകോട്ടേക്ക് പോകുന്നത്? മിസ് വെറുതെ പറയുന്നതല്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നല്ല, ഇപ്പോൾ 2025 JEE മെയിൻസ് എക്സാം കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, 2 സെഷനിലാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്, ജനുവരി എക്സാമും ഏപ്രിൽ എക്സാമും. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 100 റാങ്കുകളിൽ, അതായത് ഈ വർഷത്തെ റിസൾട്ടിൻ്റെ കാര്യമാണ് മിസ് പറയുന്നത്. അപ്പോൾ JEE 2025 നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 റാങ്കിൻ്റെ ഉള്ളിൽ മലയാളികളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ മലയാളി കുട്ടികളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വെറും ഒരാൾ മാത്രമാണ്. അതും 98ാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ 100 റാങ്കിൽ JEE മെയിൻസിൽ വെറും ഒരു മലയാളി കുട്ടികളാണ് വരുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 400 റാങ്ക് നോക്കുകയാണെങ്കിൽ അതും ഈ വർഷത്തെ JEE മെയിൻസിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ 400 റാങ്ക് നോക്കുകയാണെങ്കിലും ഇതേപോലെ ആ ഒരാൾ തന്നെയാണ് വരുന്നത്. കാരണം ആ 400 റാങ്കിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടി മാത്രമാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ ഇനിയിപ്പോൾ JEE അഡ്വാൻസ്ഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, JEE അഡ്വാൻസ്ഡ് എക്സാം മെയിലാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ 2024 JEE മെയിൻസ് എക്സാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു IITian ആവുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 രീതിയിലാണ് IITസിനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ടോപ്പ് 10 IITസിൽ ഏതെങ്കിലും ഒരു IITയിൽ കമ്പ്യൂട്ടർ സയൻസിന് പോവുക എന്ന് പറയുന്ന ഒരാഗ്രഹം ഈ JEE എക്സാമിന് പോകുന്ന, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്ന മക്കളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 800 സീറ്റുകളിൽ വെറും 2 മലയാളി കുട്ടികൾ മാത്രമാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഈ ടോപ്പ് IITസിൽ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാക്കി എല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നും പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് റാങ്കുകൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ മലയാളികൾ ഇതിൽ പുറകോട്ടേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കറക്റ്റായിട്ട് അവർക്കറിയില്ല ഈ JEE. പല കുട്ടികൾക്കും ഈ JEE എക്സാമിനെ പറ്റിയിട്ട് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. എന്താണ് JEE എക്സാം, എങ്ങനെയാണ് ഈ JEE എക്സാമിന് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെ സമയങ്ങളിലാണ് ഈ എക്സാംസ് വരുന്നത്, എന്താണ് അതിൻ്റെ സിലബസ്, അതിനനുസരിച്ച് എങ്ങനെ കോച്ചിങ് ചെയ്യണം എന്നുള്ള ഒരു വിവരം പല കുട്ടികൾക്കും ഇപ്പോഴും ഇല്ല. നന്നായി ചില ആൾക്കാർക്ക് IIT എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ, എനിക്കൊന്നും എത്തിച്ചേരാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് IIT എന്ന് വിചാരിച്ച ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ബാക്കിയുള്ള കുട്ടികൾ അതിലേക്ക് ട്രൈ പോലും ചെയ്യാതെ വേറെ പല സ്ട്രീമുകളിലേക്കും അല്ലെങ്കിൽ കീം എഴുതിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് പോകുന്നു. അങ്ങനെ അവർ വളരെ അവരുടെ സേഫ് സോണിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാതെ റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഈ JEEക്ക് കോച്ചിങ് ചെയ്യേണ്ടതെന്ന് അറിയാതെയും പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മുടെ മലയാളി സാന്നിധ്യം ഈ ഒരു JEE എക്സാമിന് മലയാളി സാന്നിധ്യം ഇല്ലയെന്ന് മിസ് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ റിസൾട്ടിലേക്ക് മലയാളി സാന്നിധ്യം നമുക്ക് കൂട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും JEE എക്സാം എഴുതണം, ഏറ്റവും ടോപ്പായിട്ടുള്ള IITസിൽ റാങ്ക് നേടിയെടുക്കണം, അഡ്മിഷൻസ് നേടിയെടുക്കണം എന്ന ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോഴേ എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ യോധ ബാച്ച് ഉണ്ട്. അപ്പോൾ യോധ ബാച്ച് നോക്കുകയാണെങ്കിൽ JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ ക്ലാസ്സും അതേപോലെ തന്നെ JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, PDF നോട്ട്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ഷീറ്റ്സ്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റും മോഡൽ എക്സാമുകളും ഒക്കെ ബോർഡ് എക്സാം വൈസ് നടക്കും. അതിൻ്റെ കൂടെ തന്നെ JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതിൻ്റെ വർക്ക് ഷീറ്റുകളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റാങ്കിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബാച്ചിൽ
കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇപ്പം തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കുക. ഇനി ഈ ഒരു വീഡിയോ കാണുന്നത് +1 കഴിഞ്ഞ് +2ലേക്ക് പോകുന്ന മക്കളാണെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. അയ്യോ ഞാൻ എൻ്റെ 11th വേസ്റ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു വർഷം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീര ബാച്ച് ഉണ്ട്. യോധ ബാച്ച് പോലെ തന്നെ +2ൻ്റെ ബാച്ചാണ് വീര ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വീര ബാച്ചിലും ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ +2 ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി പോട്ടെ എന്ന് വിചാരിക്കരുത്, കൊടുക്കുക. നിങ്ങളുടെ 100% കൊടുത്ത് ഈ ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് എഴുതി നോക്കൂ. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് JEE കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു കോച്ചിങ് എടുത്തിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും IITസിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു +2 എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് JEE എക്സാം എഴുതുമ്പോൾ നിങ്ങൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു കോച്ചിങ് എടുത്തുകൊണ്ട് എഴുതണം. എങ്കിലാണ് നമുക്ക് ആ ഒരു വർഷം കൊടുത്തു കഴിഞ്ഞാൽ അത് വേർത്ത് ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടികളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട്, IITയിൽ അഡ്മിഷൻ നേടിയെടുക്കണമെന്ന ഒരാഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. മലയാളി സാന്നിധ്യം ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മുടെ JEE എക്സാമിനും IITസിലും കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളും കൂടെ നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുക. ഓക്കെ മക്കളെ, താങ്ക് യു.